ഒരു സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് എന്നത് എന്താണെന്ന് അറിയാമോ? പലരും കരുതുന്നത് എല്ലാ ബാങ്ക് അക്കൗണ്ടിലും ഒരു നിശ്ചിത തുക എപ്പോഴും ഉണ്ടായിരിക്കണമെന്നാണ്. പക്ഷെ അതെല്ലാം എല്ലാ അക്കൗണ്ടുകൾക്കും ബാധകമല്ല. സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് എന്നത് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് നിലനിർത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു സേവിങ്സ് അക്കൗണ്ട് ആണ്. അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ 0 രൂപയാണ് ബാലൻസ് വരുന്നതെങ്കിലും ബാങ്ക് നിങ്ങളിൽ നിന്ന് മിനിമം ബാലൻസ് പെനാൾട്ടി ഈടാക്കില്ല. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസവും അക്കൗണ്ടിൽ ഇത്ര രൂപ ഉണ്ടാവണം എന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനും ജോലി ചെയ്യുന്നവർക്കും ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും മുതിർന്ന ആളുകൾക്കും ചുരുക്കത്തിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അതിന് മിക്കവാറും പറ്റാത്ത എല്ലാവർക്കും വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു അക്കൗണ്ടാണിത്. ഇനി ഒരു സാധാരണ സേവിങ്സ് അക്കൗണ്ടും സീറോ ബാലൻസ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. പല ബാങ്കുകളിലും സേവിങ്സ് അക്കൗണ്ട് തുറന്നാൽ 1000 രൂപ, 5000 രൂപ, 10000 രൂപ, ചിലപ്പോൾ അതിലും കൂടുതൽ മിനിമം ബാലൻസ് നിലനിർത്തണം. അത് പാലിച്ചില്ലെങ്കിൽ അതിന് പെനാൾട്ടിയും വരും. പക്ഷെ സീറോ ബാലൻസ് അക്കൗണ്ടിൽ അങ്ങനെ ഒരു നിർബന്ധമില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് അതായത് IPPBയുടെ സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ടിനെ കുറിച്ചാണ്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള ഒരു പേയ്മെന്റ്സ് ബാങ്കാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ബാങ്ക് രാജ്യത്തിന്റെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനങ്ങൾ എത്തിക്കാനാണ് ആരംഭിച്ചത്. IPPB അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പണം സേവ് ചെയ്യാം, പണം അയക്കാനും സ്വീകരിക്കാനും കഴിയും. ഓൾസോ UPI യൂസ് ചെയ്യാം, ബില്ലുകളൊക്കെ പേ ചെയ്യാം, ഗവൺമെന്റ് സബ്സിഡികൾ DBT വഴി സ്വീകരിക്കുകയും ചെയ്യാം. പക്ഷേ ഇതൊരു പേയ്മെന്റ്സ് ബാങ്ക് ആയതുകൊണ്ട് ചില നിയന്ത്രണങ്ങളും ഇതിലുണ്ട്. ഉദാഹരണത്തിന് ഒരു അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ വരെ മാത്രമേ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയുള്ളൂ. അതായത് നിങ്ങൾക്ക് ലോൺ ലഭിക്കില്ല, ക്രെഡിറ്റ് കാർഡ് ലഭിക്കില്ല, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് തുറക്കാനും സാധിക്കില്ല. അപ്പൊ വീട്ടിലിരുന്ന IPPB സീറോ ബാലൻസ് അക്കൗണ്ട് എങ്ങനെയാണ് തുറക്കാൻ പറ്റുന്നത്? എന്തൊക്കെയാണ് ചാർജസ് വരുന്നത്? KYCനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ അറിയേണ്ടത്? ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് ബോസ് വാല മലയാളം യൂട്യൂബ് ചാനൽ. ഐ എം അക്ഷര. സോ നിങ്ങൾ ആദ്യം അറിയേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വീഡിയോ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പല ഭാഗങ്ങളായിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ആദ്യം വീട്ടിലിരുന്നു കൊണ്ട് അക്കൗണ്ട് എങ്ങനെ തുറക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുശേഷം പലരും അറിയാത്ത ഒരു പ്രധാന കാര്യം നമുക്ക് പറയാം. പല യൂട്യൂബ് വീഡിയോയിലും പറയാത്തൊരു കാര്യമാണിത്. IPPB അക്കൗണ്ട് തുറന്നതിന് ശേഷം ഒരു ഘട്ടത്തിൽ നിങ്ങൾ പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ച് ഫുൾ KYC പൂർത്തിയാക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് അഥവാ POSA അക്കൗണ്ട് തുറക്കാൻ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. ഇതൊന്നും പലരും പറയാറില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. ഇനി മറ്റൊരു പ്രധാന കാര്യം കൂടെ നോക്കാം. ഇത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞാലും ഇത് പൂർണ്ണമായിട്ട് സൗജന്യമല്ല. മിനിമം ബാലൻസ് നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വർഷത്തിൽ ഒരിക്കൽ സബ്സ്ക്രിപ്ഷൻ ചാർജ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അതിന്റെ വിവരം കൂടെ നമുക്ക് നോക്കാം. IPPB മൊബൈൽ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് IPPB മൊബൈൽ ബാങ്കിങ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് തുറന്നതിന് ശേഷം ഓപ്പൺ യുവർ സേവിങ്സ് അക്കൗണ്ട് ഇൻസ്റ്റന്റ്ലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. ആപ്പ് ചോദിക്കുന്ന പെർമിഷൻസിനെല്ലാം അലോ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മൊബൈൽ നമ്പറുള്ള സിം ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഡിക്ലറേഷൻ ടിക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് SMS വെരിഫിക്കേഷൻ അമർത്തുക. വെരിഫിക്കേഷൻ പൂർത്തിയായാൽ ഡിജി സ്മാർട്ട് സേവിങ്സ് അക്കൗണ്ട് സംബന്ധിച്ച സബ്സ്ക്രിപ്ഷൻ വിവരങ്ങൾ നിങ്ങൾക്ക് കാണിക്കും. ഈ അക്കൗണ്ടിന്റെ വാർഷിക സബ്സ്ക്രിപ്ഷൻ ഫീ എന്ന് പറയുന്നത് വെറും 149 രൂപ പ്ലസ് 18% GST ആണ്. അതായത് ഏകദേശം 175 രൂപയാണ് നിങ്ങൾ വർഷത്തിൽ ഒരിക്കൽ അടയ്ക്കേണ്ടത്. വീണ്ടും പറയാം, ഇത് മിനിമം ബാലൻസ് അല്ല. അക്കൗണ്ടിൽ 0 rupees ഉണ്ടായാലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ വർഷത്തിൽ ഒരിക്കൽ നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷൻ ചാർജ് അടയ്ക്കണം. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ആധാർ ആൻഡ് പാൻ കാർഡ് വെരിഫിക്കേഷൻ ആണ്. വിദേശ രാജ്യങ്ങളിൽ ടാക്സ് അടയ്ക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സാധാരണ ഇന്ത്യയിൽ താമസിക്കുന്ന ആളാണെങ്കിൽ നോ തിരഞ്ഞെടുക്കുക. ശേഷം നിങ്ങളുടെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ആധാർ നമ്പർ കൺഫേം ചെയ്യാം. പിന്നീട് നിങ്ങളുടെ പാൻ നമ്പർ കൊടുക്കണം. ഡിക്ലറേഷൻസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. ശേഷം ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരും. OTP നൽകി മുന്നോട്ട് പോകാം. അടുത്ത കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ്. ഇനി നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ എങ്ങനെയാണ് നൽകേണ്ടതെന്നാണ്. അതായത് അവർ ചോദിക്കും നിങ്ങളുടെ മദറിന്റെ പേര്, ഫാദറിന്റെ പേര്, സ്പൗസ് ഉണ്ടെങ്കിൽ സ്പൗസിന്റെ പേര് എല്ലാം നൽകുക. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ പേര് ആധാർ കാർഡിലും പാൻ കാർഡിലും ഒരുപോലെ ഉള്ളതുപോലെ തന്നെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നൽകുക. OTP ഉപയോഗിച്ച് വെരിഫൈ ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ
അഡ്രസ്സും നിങ്ങൾ തന്നെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. പാൻ കാർഡ് ഉള്ളതുകൊണ്ട് ഫോം 60 നിങ്ങൾ നൽകേണ്ട ആവശ്യം വരുന്നില്ല. പെർമനന്റ് അഡ്രസ്സ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് എങ്കിൽ സെയിം ആസ് പെർമനന്റ് അഡ്രസ് എന്ന് കൊടുത്താൽ മാത്രം മതി. അടുത്ത കാര്യം നോമിനീനെ ചേർക്കുന്നതാണ്. നോമിനീനെ ചേർക്കാനുള്ള ഭാഗമാണ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നിങ്ങൾ ഒഴിവാക്കരുത്. കാരണം ഭാവിയിൽ അക്കൗണ്ട് ഹോൾഡറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അക്കൗണ്ടിലെ തുക നിയമപരമായി നോമിനിക്ക് ലഭിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് യെസ് ഐ വിഷ് ടു നോമിനേറ്റ് എന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ശേഷം നോമിനിന്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, എന്താണ് ആ നോമിനിയായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇപ്പൊ മദർ, ഫാദർ, ബ്രദർ അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ നാഷണാലിറ്റി എന്താണ്, മാരിറ്റൽ സ്റ്റേറ്റസ് എന്താണ്, ഓക്യുപ്പേഷൻ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ആനുവൽ ഇൻകം എത്രയാണ് വരുന്നത്, കൂടാതെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നിവയും നൽകണം. ഇനി PEP ഡിക്ലറേഷൻ വരുന്ന സമയമാണ്. അതായത് നിങ്ങൾ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ ആണോ, അല്ലെങ്കിൽ സാധാരണ എല്ലാവരും നോ തന്നെയാണ് തിരഞ്ഞെടുക്കാറ്. അടുത്തതായിട്ട് DBT സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരും. നിങ്ങളിപ്പോൾ മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ ഗവൺമെന്റ് സബ്സിഡി ലഭിക്കുന്ന ഒരാളാണെങ്കിൽ നോ ഐ ഡോണ്ട് വാണ്ട് ടു റിസീവ് DBT എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്താൽ നിലവിലുള്ള സബ്സിഡി തടസ്സപ്പെടില്ല. അതിനുശേഷം എല്ലാ ഡിക്ലറേഷനുകളും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീ അംഗീകരിക്കുക, കൺഫേം അമർത്തുക. ഇനി എങ്ങനെയാണ് MPIN സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങളുടെ 4 അക്ക MPIN നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയിരിക്കണം. ഈ MPIN ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങൾ എല്ലാ തവണയും ആപ്പ് ലോഗിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു MPIN തന്നെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ മറന്നു പോകാതിരിക്കുക. ശേഷം സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസിന് ഉത്തരങ്ങളൊക്കെ നൽകുക. MPIN മറന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ ഇത് സഹായിക്കുകയും ചെയ്യും. അവസാന OTP വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പൺഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഒരു മെസ്സേജും നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പൊ തന്നെ കസ്റ്റമർ ID, അക്കൗണ്ട് നമ്പർ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ എങ്ങനെ എവിടെയെങ്കിലും കുറിച്ച് വെച്ചോ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. ഫുൾ KYC പൂർത്തിയാക്കുന്നത് വരെ നിങ്ങളുടെ മന്ത്ലി ട്രാൻസാക്ഷൻ ലിമിറ്റ് 10,000 rupees മാത്രമായിരിക്കും. അതായത് ഒരു മാസത്തിൽ മൊത്തം 10,000 രൂപ വരെ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ നടത്താൻ കഴിയുള്ളൂ. SBI, കാനറ ബാങ്ക്, ICICI ബാങ്ക് പോലെയുള്ള സാധാരണ ബാങ്കുകളുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് IPPBയുടെ പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങളിൽ ഒന്നാണ് ഇത്. അതായത് KYC അത്രയും കമ്പൽസറി ആയി ചെയ്താൽ മാത്രമേ കൂടുതൽ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അടുത്തതായിട്ട് പേയ്മെന്റ്സ് ബാങ്ക് എന്താണ്? പലർക്കുള്ള ഒരു സംശയമാണ് പേയ്മെന്റ്സ് ബാങ്ക് എന്താണ് എന്ന് ചോദിച്ചിട്ട്. സാധാരണ ബാങ്കുകളിൽ നിന്ന് ഇത് എങ്ങനെയാണ് വ്യത്യസ്തമായി വരുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പേയ്മെന്റ്സ് ബാങ്ക് എന്ന ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. രാജ്യത്തെ എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും ബാങ്കിങ് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. പേയ്മെന്റ്സ് ബാങ്കുകളുടെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക്, എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് ഇതൊക്കെയാണ് അതിൽ വരുന്നത്. പക്ഷേ പേയ്മെന്റ്സ് ബാങ്കുകൾക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. 2 ലക്ഷത്തിൽ കൂടുതൽ ബാലൻസ് സൂക്ഷിക്കാൻ നിങ്ങൾക്ക് അക്കൗണ്ടിൽ കഴിയില്ല. അതുമാത്രമല്ല ലോൺ ലഭിക്കില്ല, ക്രെഡിറ്റ് കാർഡ് ലഭിക്കില്ല, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് തുറക്കാനും നിങ്ങൾക്ക് പറ്റില്ല. അടുത്തതായിട്ട് നമ്മൾ KYC, POSA അക്കൗണ്ട് ഇതൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ IPPB നിലവിൽ ഓൺലൈൻ വീഡിയോ KYC നൽകുന്നില്ല. അതുകൊണ്ട് അക്കൗണ്ട് തുറന്ന ശേഷം 12 മാസത്തിനുള്ളിൽ നിങ്ങൾ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ തന്നെ പോയിട്ട് വേണം നിങ്ങളുടെ ഫുൾ KYC പൂർത്തിയാക്കാൻ. ഈ സമയത്ത് തന്നെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് അഥവാ POSA അക്കൗണ്ട് തുറക്കാൻ ആവശ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി IPPBയും POSAയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. IPPBയിൽ മാക്സിമം ബാലൻസ് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. മിനിമം ബാലൻസ് വരുന്നില്ല. UPI ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഗൂഗിൾ പേ ഉപയോഗിക്കാം, ഫോൺ പേ ഉപയോഗിക്കാം, BHIM ഉപയോഗിക്കാം, എല്ലാം പ്രവർത്തിക്കും. പക്ഷേ POSA അക്കൗണ്ടിൽ ബാലൻസ് ലിമിറ്റ് ഇല്ല. പക്ഷേ മിനിമം ബാലൻസ് 500 രൂപ വേണം. എന്നാൽ IPPB പോലെ നേരിട്ട് UPI പേയ്മെന്റ്സ് ചെയ്യാൻ പറ്റുകയില്ല. ഒരു ഗുണം കൂടിയുണ്ട്. IPPBയും POSAയും ലിങ്ക് ചെയ്യുകയാണെങ്കിൽ 2 ലക്ഷത്തിന് മുകളിലുള്ള തുക ഓട്ടോമാറ്റിക് ആയിട്ട് POSA അക്കൗണ്ടിലേക്ക് മാറ്റാനും സാധിക്കും. ഉദാഹരണത്തിന് 5 ലക്ഷം രൂപയാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തതെങ്കിൽ 2 ലക്ഷം IPPBയിൽ തന്നെ തുടരും. ബാക്കി 3 ലക്ഷം രൂപ വരുന്നത് POSA അക്കൗണ്ടിലായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് IPPB യൂസ് ചെയ്തിട്ട് UPI പേയ്മെന്റ്സും ചെയ്യാൻ വേണ്ടി സാധിക്കുമല്ലോ. അപ്പോൾ IPPB സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് എന്നത് ഗവൺമെന്റ് പിന്തുണയുള്ള ഒരു മികച്ച ഡിജിറ്റൽ ബാങ്കിങ് ഓപ്ഷനാണ്. അതെ, KYC പൂർത്തിയാക്കാൻ പോസ്റ്റ് ഓഫീസ് നിങ്ങൾ സന്ദർശിക്കേണ്ടി വരും. POSA അക്കൗണ്ട് തുറക്കേണ്ട സാഹചര്യം ഉണ്ടാവാം. വർഷത്തിൽ ഏകദേശം 175 രൂപ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചാർജ് നൽകണം. എന്നാൽ മിനിമം ബാലൻസ് ഇല്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ അക്കൗണ്ട് വേണമെങ്കിൽ IPPB നല്ലൊരു തിരഞ്ഞെടുക്കലാണ്. അതേസമയം പൂർണ്ണമായും സാധാരണ സേവിങ്സ് അക്കൗണ്ട് സൗകര്യങ്ങളാണ് വേണ്ടതെങ്കിൽ SBI പോലെയുള്ള പബ്ലിക് സെക്ടർ ബാങ്കുകളും അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്ക് ആയിട്ടുള്ള കോട്ടക് മഹീന്ദ്ര പോലെയുള്ള
ബാങ്കുകൾക്കൊക്കെ നിങ്ങൾക്ക് പരിഗണിക്കാൻ വേണ്ടി പറ്റും. ഏത് അക്കൗണ്ടാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ചായിരിക്കും വേണ്ടത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഇതുപോലുള്ള ഫൈനാൻസ്, ബാങ്കിങ്, ഗവൺമെന്റ് സ്കീം, പോസ്റ്റ് ഓഫീസ് സംബന്ധമായ വീഡിയോകൾക്കായി ബോസ് ബാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.